ഗൂഗിൾ പേ വഴി ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെ അടക്കാം എന്ന് നോക്കാം. അതിന് ഗൂഗിളിൽ പോയിട്ട് നമ്മൾ ആദ്യം KSCB ബിൽ പേയ്മെൻറ്റ് ഇതിനകത്ത് ക്വിക്ക് പേ സെലക്ട് ചെയ്യുക. ക്വിക്ക് പേ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കൺസ്യൂമർ നമ്പർ കൊടുക്കുക. കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് KSCBയിൽ കൊടുത്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. താഴെ കാണുന്ന ക്യാപ്ച ഈ കോഡ് ഇതേപോലെ എൻ്റർ ചെയ്യുക. ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബിൽ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതാണ്. ഇവിടെ വേണമെങ്കിൽ ഇമെയിൽ ID കൊടുക്കാം. നമ്മുടെ ബിൽ എമൗണ്ട് ഇവിടെ ഉണ്ട്. ഇത് നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറാണ്. അത് കഴിഞ്ഞിട്ട് പ്രൊസീഡ് ടു പേയ്മെൻറ്റ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി ചെയ്യാം. ഫെഡറൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കാത്തലിക് സെറിൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക് വഴി ചെയ്യുമ്പോൾ ചാർജസ് ഇല്ല. മറ്റു ബാങ്കുകളാകുമ്പോൾ ചാർജസ് വരും. 4 രൂപയും ടാക്സും. പിന്നെ UPI വഴി ചെയ്യാം. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് വഴി ചെയ്യാം. ക്രെഡിറ്റ് കാർഡ്, മാസ്റ്റർ, വിസ കാർഡ്, റൂപേ ക്രെഡിറ്റ് കാർഡ് വഴി. ഗൂഗിൾ പേ, UPI. അതിന് UPI എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ടെക് പ്രോസസ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം പേ നൗ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഗൂഗിൾ പേ ആണ്. ഗൂഗിൾ പേക്ക് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ സ്കാനർ വരും. നമ്മുടെ ഫോണിൽ ഉപയോഗിച്ച് ഈ സ്കാനർ സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്ത് നമുക്ക് ബിൽ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്.